ക്ലാസ്സിലേക്ക് സോൾവ് ചെയ്യാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ASMന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗമാരെന്നാണ് നമ്മുടെ ചോദ്യം. വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇത്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗമാര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട സബ് ഇൻസ്പെക്ടർ ഗീത സമോത്തയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സബ് ഇൻസ്പെക്ടർ ഗീത സമോത്ത എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. സബ് ഇൻസ്പെക്ടർ ഗീത സമോത്ത എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഈ പേര് മറക്കരുത്. സബ് ഇൻസ്പെക്ടർ ഗീത സമോത്തയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗം എന്ന കാര്യം ഓർത്തിരിക്കുക. CISF വനിതാ സേനാംഗമാരെന്ന് വെച്ചാൽ സബ് ഇൻസ്പെക്ടർ ഗീത സമോത്ത എന്ന പേരാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട പേര് ഓർത്തിരിക്കുക. സബ് ഇൻസ്പെക്ടർ ഗീത സമോത്ത എന്ന പേര് ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ എന്താണ് പരിചയപ്പെട്ടത്? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗമാരെന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയുടെ പേര് പഠിച്ചു. 2025 മെയ് മാസത്തില് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. ആ പേരും ഇതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കുക. സഫ്രീന ലത്തീഫ് എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. സഫ്രീന ലത്തീഫ് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവർ കണ്ണൂരാണ് ഇവരുടെ സ്വദേശം എന്ന് നമ്മൾ പഠിച്ചത്. കണ്ണൂർ വേങ്ങാട് സ്വദേശിയാണെന്നും പഠിച്ചിരുന്നു. അപ്പൊ എവറസ്റ്റ് കൊടുമുടി 2025 മെയ് മാസത്തിൽ കീഴടക്കിയ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗമാരെന്നാണ്. അത് SI ഗീത സമോത്തയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് സഫ്രീന ലത്തീഫ് എന്ന് പറയുന്ന പേര്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സഫ്രീന ലത്തീഫ് എന്ന് പറയുന്ന പേരാണ്. വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും PSC എടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ എവറസ്റ്റ് കൊടുമുടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചോദ്യം നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ ഉത്തരമായിട്ട് പരിചയപ്പെട്ട കാമി റീത്തിയാണ് നമ്മളവിടെ പരിചയപ്പെട്ട പേര് എന്ന് പറയുന്നത്. കാമി റീത്തിയാണ്. 31ാമത്തെ തവണയാണ് അവർ എവറസ്റ്റ് കീഴടക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി കാമി റീത്ത 31ാമത്തെ തവണയാണ് അവർ ഈ ഒരു എവറസ്റ്റ് കീഴടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇത് കൂടാതെ നമ്മൾ എവറസ്റ്റ് കൊടുമുടിയുമായി ബന്ധപ്പെട്ടിട്ട് 2025 മെയ് മാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. അതായത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. ഒരു ഹിമാചൽ പ്രദേശുകാരിയാണ്. ചോൻസിൻ ആങ്മോ എന്നാണ് അവരുടെ പേര് എന്ന് നമ്മൾ പഠിച്ചു. ചോൻസിൻ ആങ്മോ എന്നാണ് അവരുടെ പേര്. സ്വദേശം ഹിമാചൽ പ്രദേശാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഈ 3 പേരുകൾ പഠിച്ചത്. ഇത് 2025 മെയ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ PSC എടുത്തെടുത്തിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗം SI ഗീത സമോത്തയാണ്. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇനി പറയുന്നതാണ്. വരാൻ പോകുന്ന നമ്മുടെ ASMന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചോദിക്കാം. സഫ്രീന ലത്തീഫിന്റെ പേര് ഓർത്തിരിക്കുക. എവറസ്റ്റ് കൊടുമുടി 2025 മെയ് മാസത്തിൽ കീഴടക്കിയ മലയാളി വനിതയാര്. അതുപോലെ ചോൻസിൻ ആങ്മോയുടെ പേര് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. കാരണം നമുക്കറിയാം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. എന്താണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ഹിമാചൽ പ്രദേശുകാരിയായിട്ടുള്ള ചോൻസിൻ ആങ്മോ. നമ്മുടെ ലോകം മൊത്തം എടുക്കുകയാണെങ്കിൽ 5ാമത്തെ വനിതയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ കാമി റീത്ത 31 തവണ എന്ന കാര്യം ഓർക്കുക. ഒപ്പം ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ CISF വനിതാ സേനാംഗമാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് SI ഗീത സമോത്ത എന്ന പേരാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. SI ഗീത സമോത്ത എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുന്നകദോസിന്റെ 1700ാം വാർഷികാഘോഷ വേദി എവിടെന്നാണ് നമ്മുടെ ചോദ്യം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുന്നകദോസിന്റെ 1700ാം വാർഷിക സമ്മേളനം ആഘോഷവേദി എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് തുർക്കിയാണ്. തുർക്കിയിലെ ഓസ്നിക്ക് വെച്ചിട്ടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എവിടെ വെച്ചിട്ടാണ്? തുർക്കിയിലെ ഓസ്നിക്ക് വെച്ചിട്ടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഓസ്നിക്ക് വെച്ചിട്ടാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുന്നകദോസിന്റെ 1700ാം വാർഷികാഘോഷ വേദി എവിടെയാണെന്ന് വെച്ചാൽ തുർക്കിയിലെ ഓസ്നിക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരിക്കലും ഇതൊന്നും പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല.
2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ബാനു മുസ്താഖാണ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് വെച്ചാൽ ബാനു മുസ്താഖിനാണ് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. മുസ്താഖിനാണ് ലഭിച്ചത്. ഇവര് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണെന്ന കാര്യം ഓർക്കുക. ഏത് ഭാഷയിലാണ്? കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ്. ഇവരുടെ ഏത് കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹാർട്ട് ലാബ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഏത് കൃതിക്കാണ്? ഹാർട്ട് ലാബ് എന്ന് പറയുന്ന കൃതിക്കാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഓർക്കുക. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് സമ്മാനിക്കുന്നു. ആർക്ക് ലഭിച്ചു? ബാനു മുസ്താഖിന് ലഭിച്ചു. ഇവര് കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ്. അതോടൊപ്പം തന്നെ ഹാർട്ട് ലാബ് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച പുരസ്കാരം ലഭിച്ച കൃതി ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് ഹാർട്ട് ലാബ്. അത് എഴുതിയതാരാന്ന് വെച്ചാൽ ബാനു മുസ്താഖ്. അവർ ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണെന്ന് വെച്ചാൽ കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ് എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തത് ഭൂമി ഇടപാടുകൾക്ക് സർക്കാരിന്റെ ഏകജാലക സംയോജിത ഭൂവിനിയോഗ സംവിധാനത്തിന്റെ പേരെന്തെന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്റെ ഭൂമി എന്നാണ്. എന്താണ്? എന്റെ ഭൂമി എന്നാണ് ആ ഒരു സംവിധാനത്തിന്റെ പേര്. അപ്പൊ ഭൂമി ഇടപാടുകൾക്ക് സർക്കാരിന്റെ ഏകജാലക സംയോജിത ഭൂവിനിയോഗ സംവിധാനം ഏതാണ്? എന്റെ ഭൂമി എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഭൂമി ഇടപാടുകൾക്ക് സർക്കാരിന്റെ ഏകജാലക സംയോജിത ഭൂവിനിയോഗ സംവിധാനത്തിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്റെ ഭൂമി എന്നാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷൻ. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷന്റെ പേര് എന്തെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്പറേഷൻ ഒലീവിയ എന്നാണ്. എന്താണ് പേര്? ഓപ്പറേഷൻ ഒലീവിയ എന്നാണ് ഈ ഒരു മിഷന്റെ പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷന്റെ പേരാണ് ഓപ്പറേഷൻ ഒലീവിയ എന്നത്. ഓപ്പറേഷൻ ഒലീവിയ. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് സൂപ്പർ സെറ്റ് ക്ലാസിക് ചെസ് കിരീടം നേടിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. സൂപ്പർ സെറ്റ് ക്ലാസിക് ചെസ് കിരീടം നേടിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ആർ പ്രഗ്നാന്ദയാണ്. എന്താണ് പേര്? ആർ പ്രഗ്നാന്ദ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സൂപ്പർ സെറ്റ് ക്ലാസിക് ചെസ് കിരീടം നേടിയതാണ് 2025 മെയ് മാസത്തിൽ നടന്ന സൂപ്പർ സെറ്റ് ക്ലാസിക് ചെസ് കിരീടം നേടിയതാരെന്ന് വെച്ചാൽ ആർ പ്രഗ്നാന്ദ എന്ന പേര് ഓർത്തിരിക്കുക. സൂപ്പർ സെറ്റ് ക്ലാസിക് ചെസ് കിരീടം നേടിയതാരാണ്? ആർ പ്രഗ്നാനന്ദ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ഇന്ത്യൻ താരമാരെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്ര എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ആസാം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആങ്കറിന്റെ പേരെന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ അധിഷ്ഠിത ആങ്കറിന്റെ പേരാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്ന അങ്കിതയാണ്. ആങ്കറിന്റെ പേരെന്താണ്? അങ്കിത എന്നാണ് ആങ്കറിന്റെ പേര്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഏത് സർക്കാരാണ്? നമ്മുടെ ആസാം സർക്കാരാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അവർ അവതരിപ്പിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആങ്കറിന്റെ പേരാണ് ചോദിച്ചത്. ഉത്തരം അങ്കിത എന്നാണ്. എന്താണ്? അങ്കിത എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആസാം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആങ്കറിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അങ്കിത എന്നാണ്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രചോദനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പേരാണ്. പ്രചോദനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് BPL വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ BPL വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ BPL വിഭാഗത്തിലെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായിട്ട് ഉള്ള ഒരു പദ്ധതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവർ അവരുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർ. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി BPL വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായിട്ട്. അപ്പൊ ഇതെന്താണ്? ഈ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. സമാന വികസനത്തിനാണ്
വികസനത്തിനാണ് ഈ ഒരു പദ്ധതി എന്ന കാര്യം ഓർക്കുക. സമാന വികസനത്തിനാണ് ഈ ഒരു പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് തൊഴിൽ പരിശീലനം? ഇവരുടെ സമാന വികസനവുമായി ബന്ധപ്പെടുത്തിയിട്ട് തൊഴിൽ പരിശീലനം, ഒന്നാമത്തെ കാര്യം നമ്മളോട് പഠിക്കപ്പെട്ടു. തൊഴിൽ പരിശീലനം, തൊഴിൽ പരിശീലനം, തൊഴിൽ പരിശീലനം. അതുപോലെ തന്നെ നൈപുണ്യ വികസനം. മറ്റൊന്ന് എന്താണ് പരിചയപ്പെട്ടത്? നൈപുണ്യ വികസനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് ആര് ആരംഭിച്ച പദ്ധതിയാണ്? സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ആരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? സാമൂഹിക നീതി വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പ്രചോദനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. BPL വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായിട്ട് തൊഴിൽ പരിശീലനം, അതുപോലെ നൈപുണ്യ വികസനം എന്നിവ നൽകുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് പദ്ധതി നടപ്പിലാക്കുന്ന സാമൂഹ്യനീതി വകുപ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? പ്രചോദനം പദ്ധതി എന്താണ് നമ്മളോട് പഠിച്ചു. BPL വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പഠിച്ചു. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർ സമാന വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ പഠിച്ചു. അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുക, നൈപുണ്യ വികസനം ഒക്കെ കൊടുക്കുക, അങ്ങനെ ഉള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അത് നടപ്പിലാക്കുന്ന സാമൂഹ്യനീതി വകുപ്പാണെന്നും പഠിച്ചു. അപ്പൊ എന്താണ് പ്രചോദന പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവരുടെ സമാന വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുക, അതുപോലെ നൈപുണ്യ വികസനം ഒക്കെ നൽകുക, അങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഈ ക്ലാസ് കാണുന്ന ആരും ഇനി മറന്നു പോകരുത്. എന്താണ് പദ്ധതിയുടെ പേര്? പ്രചോദനം എന്നതാണ് പദ്ധതി. അപ്പൊ ഇവർക്ക് എന്താണ് ഈ പറയുന്ന തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനം ഒക്കെ നൽകി എന്ത് ചെയ്യുക? അവരെ മുന്നോട്ട് കൊണ്ടുവരിക. ആ ഒരു രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പ്രചോദനം പദ്ധതി. ആര് നടപ്പിലാക്കുന്നു? സാമൂഹ്യനീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സൗജന്യ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നിലവിൽ വരുന്ന ജില്ലകൾ ഏതൊക്കെയെന്നാണ് നമ്മുടെ ചോദ്യം. സൗജന്യ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നിലവിൽ വരുന്ന ജില്ലകൾ ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. തിരുവനന്തപുരമാണ്. അടുത്ത ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയാണ്. അടുത്ത ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സൗജന്യ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നിലവിൽ വരുന്നത് 1 തിരുവനന്തപുരം, 2 മലപ്പുറം, 3 എറണാകുളമാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക സൗജന്യ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ എവിടെല്ലാമാണ് നിലവിൽ വരുന്നത്? 1 നമ്മുടെ തിരുവനന്തപുരത്ത്, 2 നമ്മുടെ എറണാകുളത്ത്, 3 നമ്മുടെ മലപ്പുറത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന അടുത്തൊരു ചോദ്യം, ആവശ്യക്കാർക്കായിട്ട് മരുന്നുകൾ 70% വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ മെഡിമാർട്ട് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? മെഡിമാർട്ട്. ആ പേര് ഓർത്തിരിക്കുക, മെഡിമാർട്ട്. ഇത് എവിടെയാണ് നിലവിൽ വന്നത് എന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. കലവൂരാണ് നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആലപ്പുഴ ജില്ലയിലെ കലവൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ആവശ്യക്കാർക്കായിട്ട് മരുന്നുകൾ 70% വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ മെഡിമാർട്ട്. അതിന്റെ പേരെന്താണ്? മെഡിമാർട്ട് എന്നാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. ആവശ്യക്കാർക്കായി മരുന്നുകൾ 70% വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് മെഡിമാർട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആവശ്യക്കാർക്കായി മരുന്നുകൾ 70% വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ മെഡിമാർട്ട് എവിടെയാണ് വരുന്നത്? കലവൂരാണ്, ആലപ്പുഴ ജില്ലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു പദ്ധതിയുടെ പേരാണ്, നമ്മുടെ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതിയാണ്. എന്താണ് നമ്മുടെ പദ്ധതിയുടെ പേര്? ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി. പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക. പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി എന്നാണ് ഈ ഒരു പദ്ധതി. അപ്പൊ എന്താണ് ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി? ഇത് എവിടെയാണ് ഇത് തുടക്കം കുറിച്ചത്? ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് ഇത് തുടക്കം കുറിച്ചത്. ഗോത്ര വിഭാഗ കർഷകർക്കായിട്ട്
ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനമാണ് ഇത് തെലുങ്കാന. അപ്പോൾ അവിടെ പറഞ്ഞൊരു പോയിന്റ് ആണ് ഗോത്ര വിഭാഗ കർഷകർക്കായിട്ടാണ്. ഗോത്ര വിഭാഗ കർഷകർക്കായിട്ട്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഗോത്ര വിഭാഗ കർഷകർക്കായിട്ട് ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് തെലങ്കാനയാണ്. ഗോത്ര വിഭാഗ കർഷകർക്കായി ഇന്ദിര സൗര ഗിരിജല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തെലങ്കാന സംസ്ഥാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സൻസദ് രത്ന പുരസ്കാരം. സൻസദ് രത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം സൻസദ് രത്ന പുരസ്കാരം എന്ന് പറയുന്നത് മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരമാണ്. ആർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്? മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരമാണ്. മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് സൻസദ് രത്ന പുരസ്കാരം എന്ന് പറയുന്നത്. ഈ ഒരു പുരസ്കാരം 4ാം തവണയും ആർക്ക് ലഭിക്കുകയാണ്? 4ാം തവണയും ആർക്ക് ലഭിക്കുകയാണ്? നമ്മുടെ NK പ്രേമചന്ദ്രന് ലഭിക്കുകയാണ്. NK പ്രേമചന്ദ്രന് ലഭിക്കുകയാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മുടെ ASMന് ഒരു ഷിഫ്റ്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സൻസദ് രത്ന പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. മികച്ച പാർലമെന്റേറിയന് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ NK പ്രേമചന്ദ്രനാണ്. 4ാം തവണയും അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ചാലും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, സൻസദ് രത്ന പുരസ്കാരം മികച്ച പാർലമെന്റേറിയൻ നൽകുന്ന പുരസ്കാരം 4ാം തവണ ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് NK പ്രേമചന്ദ്രനാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 2025 നടന്ന സാഫ് അണ്ടർ 19 ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കിരീടം ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യക്കാണ് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ഇത് നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്ന സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. സാഫ് അണ്ടർ 19 ഫുട്ബോൾ മത്സരം ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്നു. 2025 കപ്പ് ഉയർത്തിയത് ഇന്ത്യയാണ്, പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെയാണ്. നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ആരുടെ പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണ്. അപ്പൊ ഇത് ആരുടെ പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണ് വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. ഇനി ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്ന് വിരമിച്ച വിദഗ്ധരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധ ഉപദേശത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുത്താനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. എന്താണ് പറഞ്ഞത്? ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലയിൽ നിന്ന് വിരമിച്ച വിദഗ്ധരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധ ഉപദേശത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, എന്താണ് വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി? ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്ന് വിരമിച്ച വിദഗ്ധരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധ ഉപദേശത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ. ഇവരുടെ ജ്ഞാനം അനുഭവ സമ്പത്തൊക്കെ എന്താണ്? വിദഗ്ധ ഉപദേശത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ ആവിഷ്കരിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം, കേട്ടിരിക്കുക. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലയിൽ നിന്ന് വിരമിച്ച വിദഗ്ധരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധ ഉപദേശത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ ആവിഷ്കരിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയുടെ പേര് ചോദിച്ചാൽ വിസ്ഡം ബാങ്ക് എന്നാണ് പദ്ധതി. അപ്പോൾ വിസ്ഡം ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി കേട്ടാൽ അത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വരണം. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്ര മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്നും ഒക്കെ വിരമിച്ചിട്ടുള്ള വിദഗ്ധരുടെ ജ്ഞാനം അനുഭവ സമ്പത്തൊക്കെ വിദഗ്ധ ഉപദേശത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയായിട്ടുള്ള വിസ്ഡം പദ്ധതി അല്ലെങ്കിൽ വിസ്ഡം ബാങ്ക് പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. വിസ്ഡം ബാങ്ക് പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 3ാം ഘട്ടത്തിൽ മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് പരാജിതമായ
ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിരമിച്ച 101 ദൗത്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് EOS 9 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? 3-ാം ഘട്ടത്തിൽ മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് പരാജിതമായ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച 101ാമത്തെ ദൗത്യത്തിന്റെ പേര് EOS 09 എന്നാണ്. EOS 09 എന്നാണ് ഉത്തരമായിട്ട്. അപ്പൊ അടുത്തൊരു പദ്ധതിയുടെ പേരാണ് നമ്മൾ ഈ പഠിക്കാനായിട്ട് പോകുന്നത്. ഗോത്ര ബേരി എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ്? ഗോത്ര ബേരി എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ എന്താണ് ഗോത്ര ബേരി എന്ന് പറയുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്, അപ്പൊ ഈ ഒരു പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക. ഇവിടെ പറഞ്ഞെന്താണ്? ഗോത്രബേരി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുന്നതിനായിട്ട് വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ ഇതിലൂടെ ഇത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുക. എന്താണ്? ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുക. പര്യവേഷണം ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആര് ആരംഭിച്ച പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഗോത്രബേരി എന്ന് പറയുന്ന പദ്ധതി? സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുക എന്നതുമായി ലക്ഷ്യം വെച്ചുകൊണ്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രബേരി എന്ന പദ്ധതി. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുന്നതിനായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രബേരി എന്ന പദ്ധതി. ഗോത്രബേരി പദ്ധതി ആരാരംഭിച്ചു എന്ന് ചോദിച്ചാൽ വനം വകുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്നതാണ്. ഇതിനുവേണ്ടി ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വനം വകുപ്പ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക, ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടി വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രബേരി എന്ന പദ്ധതി. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുന്നതിനായിട്ട് വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോത്രബേരി എന്നാണ്. നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കവച് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഉപകരണത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് കവച് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ്. ആദ്യം തന്നെ പറയുന്നു, ഇതൊരു ഇലക്ട്രിക് ഉപകരണമാണ്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതർ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഓട്ടിസം, അതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതര് വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി തെറ്റിയാൽ അവരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാനായിട്ട് നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് കവച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? കവച് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതര് വീട്ടിൽ നിന്നിറങ്ങി വഴി തെറ്റിയാൽ അവരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാനായിട്ട് നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഉപകരണമാണ് കവച് എന്ന് പറയുന്നത്. നാം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്നിറങ്ങി വഴി തെറ്റിയാൽ അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണത്തിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കവച് എന്നാണ്. കവച് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്താണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രയാൻ ഗ്രാൻവില്ലെ കുറിച്ചാണ്. 2025 മെയ് മാസത്തിൽ ഇവര് അന്തരിച്ചു. 2025 മെയ് മാസത്തിലാണ് ഇവര് അന്തരിച്ചത്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ബ്രയാൻ ഗ്രാൻവില്ലെ 2025 മെയ് മാസത്തിൽ അന്തരിച്ചു. ഇവര് പ്രശസ്ത നോവലിസ്റ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമായ വ്യക്തിയാണ് നമ്മുടെ ബ്രയാൻ ഗ്രാൻവില്ലെ. എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരൻ. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 2025 മെയ് മാസത്തിൽ വിടവാങ്ങിയ പ്രശസ്ത നോവലിസ്റ്റ്, എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമായ വ്യക്തിയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ബ്രയാൻ ഗ്രാൻവില്ലെ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ബ്രയാൻ ഗ്രാൻവില്ലെ 2025 മെയ് മാസത്തിൽ അന്തരിച്ചു. അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള നോവലിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമാണ് എന്ന് പറയുന്നത് ബ്രയാൻ
ഗ്രാൻവില്ലെ എന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രയാൻ ഗ്രാൻവില്ലെ നോവലിസ്റ്റാണ്, അതോടൊപ്പം തന്നെ പ്രസിദ്ധമായിട്ടുള്ള എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2025 മെയ് മാസത്തിൽ വിടവാങ്ങിയ പ്രശസ്ത നോവലിസ്റ്റ്, എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമായ വ്യക്തിയാണ് ബ്രയാൻ ഗ്രാൻവില്ലെ. അപ്പോൾ ബ്രയാൻ ഗ്രാൻവില്ലിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയേത് തെറ്റേത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കണം. 2025 മെയ് മാസത്തിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം പ്രസിദ്ധ നോവലിസ്റ്റാണ്, എക്കാലത്തെയും മികച്ച ഫുട്ബോൾ എഴുത്തുകാരനുമാണ് അത് ബ്രയാൻ ഗ്രാൻവില്ലെ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നമ്മൾ പഠിക്കുന്നത്, ഹൈദരാബാദിൽ നടന്ന മിസ് വേൾഡ് 2025 സ്പോർട്സ് ചലഞ്ചിൽ സ്വർണം നേടിയത് മിസ് എസ്തോണിയ എലീസ് റായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് മിസ് വേൾഡ് 2025 നടന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ മിസ് വേൾഡ് 2025 ഹൈദരാബാദിൽ വെച്ച് നടന്നു. ഇതിൽ സ്പോർട്സ് ചലഞ്ചിൽ സ്വർണം നേടിയത് മിസ് എസ്തോണിയ എലീസ് റായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹൈദരാബാദിൽ നടന്ന മിസ് വേൾഡ് 2025 സ്പോർട്സ് ചലഞ്ചിൽ സ്വർണം നേടിയതായിരുന്നു വെച്ചാൽ മിസ് എസ്തോണിയ എലീസ് റായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മിസ് എസ്തോണിയ എലീസ് റാ എന്ന പേര് ഓർത്തിരിക്കുക. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പരിചയപ്പെടുന്നത്. 2025 മാധവിക്കുട്ടി പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇത് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സുഭാഷ് ചന്ദ്രനാണ്. ആർക്കാണ് ലഭിച്ചത്? സുഭാഷ് ചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. സുഭാഷ് ചന്ദ്രനാണ് പുരസ്കാരം ലഭിച്ചത്. 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് സുഭാഷ് ചന്ദ്രനാണ്. ആർക്കാണ് ലഭിച്ചത്? മാധവിക്കുട്ടി സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. സമ്മാനത്തുക എത്രയാണെന്ന് വെച്ചാൽ 25,000 രൂപയാണ്. നമ്മൾ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് ഗിഡിയൻ ചാരിയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷന്റെ പേരാണ്. എന്നാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹമാസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനായിട്ട് ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഗിഡിയൻ ചാരിയറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ ആര് ആരംഭിച്ചതെന്ന് വെച്ചാൽ ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച ഓപ്പറേഷനാണ്. ഗാസയിൽ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ. ഇത് 2025 മെയ് മാസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഗിഡിയൻ ചാരിയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷന്റെ പേരാണ്. ഗിഡിയൻ ചാരിയറ്റ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച ഓപ്പറേഷനാണ്. അതായത് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അവിടെ ശേഷിക്കുന്ന ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക. ആ ഒരു ലക്ഷ്യത്തിൽ ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഗിഡിയൻ ചാരിയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ചോദിച്ചാൽ ഗിഡിയൻ ചാരിയറ്റ്സ് എന്നാണ് ഓപ്പറേഷന്റെ പേര്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നവീകരിച്ച നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷൻ. ഇത് ഉദ്ഘാടനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നവീകരിച്ച നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷൻ ഉദ്ഘാടനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ ഋഷി എന്ന കൃതി രചിച്ച ആര്? ഇതൊരു കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രൊഫസർ എം ചന്ദ്രബാബു ആണ്. പ്രൊഫസർ എം ചന്ദ്രബാബു എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഇവിടെ പറഞ്ഞുള്ളൂ. ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ ഋഷി എന്ന കൃതി രചിച്ചതാരെന്ന് വെച്ചാൽ പ്രൊഫസർ എം ചന്ദ്രബാബു ആണ്. അപ്പൊ ആരാണ് ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ ഋഷി എന്ന കൃതി രചിച്ചതെന്ന് വെച്ചാൽ പ്രൊഫസർ എം ചന്ദ്രബാബു ആണ്. പ്രൊഫസർ എം ചന്ദ്രബാബു എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരമാണ്. ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിച്ചു. അത് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. മോഹൻദാസ്. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടാൻ കാരണമായ അദ്ദേഹം രചിച്ച ചരിത്ര ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മിഷണറിമാരുടെ കേരളം എന്നതാണ്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? മിഷണറിമാരുടെ കേരളം എന്ന് പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥം ആണ്. ഇതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരത്തിന് അർഹനാക്കിയ ചരിത്ര ഗ്രന്ഥം ചോദിച്ചാൽ അത് മിഷണറിമാരുടെ കേരളം എന്നാണ്. മിഷണറിമാരുടെ കേരളം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് ലഭിച്ചു. അദ്ദേഹത്തിന് ലഭിക്കാൻ ഇടയാക്കിയ അദ്ദേഹം രചിച്ച ചരിത്ര ഗ്രന്ഥമാണ് മിഷണറിമാരുടെ കേരളം എന്നത്. ഇനി എന്നാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മെയ് മാസം 18-ാം തീയതിയാണ്. മെയ് മാസം 18-ാം തീയതിയാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം എന്ന കാര്യം ഓർക്കുക.
മെയ് മാസം 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനമാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സമൂഹത്തിൽ മടങ്ങിയവരുടെ ഭാവി എന്നായിരുന്നു പ്രമേയം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സമൂഹത്തിൽ മടങ്ങിയവരുടെ ഭാവി എന്നതായിരുന്നു ഈ വർഷത്തെ അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്നാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം എന്ന് ചോദിച്ചാൽ മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സമൂഹത്തിൽ മടങ്ങിയവരുടെ ഭാവി എന്നതായിരുന്നു പ്രമേയം എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 നടന്ന 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതില് ജേതാക്കളായത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. അപ്പൊ ആരാണ് ഇതിലെ ജേതാക്കൾ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാരാഷ്ട്ര ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത് ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ് ജേതാക്കളായത് എന്ന കാര്യം ഓർത്തിരിക്കുക. മഹാരാഷ്ട്രയ്ക്ക് 158 മെഡലാണ് ലഭിച്ചത്. 158 മെഡൽ ലഭിച്ചു. അതായത് ഇതിൽ ഈ 58 കൊണ്ട് പിടിച്ചാൽ 58 സ്വർണ്ണം അവർക്ക് ലഭിച്ചു. 58 സ്വർണം ലഭിച്ചു. പിന്നെ 47, ഈ 5നോട് 1 കുറയ്ക്കുക, 8നോട് 1 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 47 വെള്ളി കിട്ടി. പിന്നെ അവശേഷിക്കുന്ന എടുത്താൽ മതി. 53 വെങ്കലവുമാണ് ലഭിച്ചത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? 2025 7ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതിൽ ജേതാക്കളായത് ആരെന്നായിരിക്കും ചോദ്യമായിട്ട് വരിക. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. ഇനി എങ്ങാനും അവരുടെ മെഡൽ ചോദിച്ചാൽ 158. പിന്നെ അവർക്ക് എത്ര സ്വർണം കിട്ടിയെന്ന് വെച്ചാൽ 58 കൊണ്ട് പിടിച്ചാൽ മതി. 5നോട് 1 കുടിക്കുക 4, 8നോട് 1 കുറയ്ക്കുക 7, 47 വെള്ളി. പിന്നെ എന്താണ് ബാക്കി വരുന്ന 53 എന്താണ്? വെങ്കലവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഹരിയാനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഹരിയാനയാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇനി കേരളത്തിന്റെ സ്ഥാനമാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. കേരളം എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 8ാം സ്ഥാനത്താണ് കേരളം എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിന് എത്ര മെഡൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 25 മെഡലാണ് കേരളത്തിന് ലഭിച്ചത്. എത്ര മെഡലാണ്? 25 മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 12 സ്വർണമുണ്ട്, അതേപോലെ തന്നെ 5 സിൽവർ അല്ലെങ്കിൽ വെള്ളിയുണ്ട്, അതേപോലെ തന്നെ 8 വെങ്കലം ബ്രോൺസ് ആണുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടാണ്. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് അതിൽ ജേതാക്കളായതാരെന്ന് പരിചയപ്പെട്ടു. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയ്ക്ക് 158 മെഡൽ കിട്ടി എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിൽ തന്നെ 58 എന്താണ് ഗോൾഡ്, 47 എന്ന് പറയുന്നത് സിൽവർ, 53 എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. പിന്നെ രണ്ടാം സ്ഥാനത്ത് ഹരിയാനയാണ്, മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനാണെന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ രണ്ടാം സ്ഥാനത്ത് ഹരിയാനയാണ്. ഇനി കേരളമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 8ാം സ്ഥാനമാണ്. കേരളത്തിന്റെ മെഡൽ ചോദിച്ചാൽ 25 ആണ്. അതിൽ തന്നെ 12 ഗോൾഡ് ആണ് ലഭിച്ചിരിക്കുന്നത്, അതേപോലെ 5 സിൽവർ ആണ് ലഭിച്ചിരിക്കുന്നത്, 8 ബ്രോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 12, 5, 8 ആ ഒരു കണക്കൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ കേരളവുമായി ബന്ധപ്പെട്ടും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. നമ്മളിവിടെ പരിചയപ്പെട്ടു 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ച് നടക്കുന്നു? മഹാരാഷ്ട്രയിൽ വെച്ചാണ് നടന്നത്. 2025 നടന്ന 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ച് നടന്നു? എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ബീഹാറിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചാണ്? ബീഹാറിൽ വെച്ചാണ് നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് എവിടെ വെച്ചാണ് നടന്നത്? ബീഹാറിൽ വെച്ചിട്ടാണ് നടന്നത്. ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഭാഗ്യചിഹ്നം ചോദിക്കാം. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഗജസിംഹമാണ്. ഗജസിംഹം, അതായത് ആനയും സിംഹവും, അത് രണ്ടും ചേരുന്നതാണ് ഗജസിംഹം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ ഗജസിംഹമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാമാണ് നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ കുറിച്ചാണ്. എന്താണ് പഠിക്കുന്നത്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ ബീഹാറിൽ വെച്ചാണ് നടന്നത്. ഇതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ബീഹാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ പഠിച്ചത് ഇതിന്റെ വേദിയാണ്. വേദി എവിടെയാണ്? ബീഹാറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇത് ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഗജസിംഹമാണ്. ആനയും സിംഹവും ചേരുന്ന ഗജസിംഹമാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ച് നടന്നു? ബീഹാറിൽ വെച്ച് നടന്നു. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രിയാണ്. ഇതിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഗജസിംഹമാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം. ഇതില് ചാമ്പ്യൻ ആയത് ആര്? ഏത് സംസ്ഥാനമാണ് ഇതില് ജേതാക്കളായത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതില് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 8ാം സ്ഥാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 8ാം സ്ഥാനമാണ്. അപ്പൊ കേരളത്തിന് എത്ര മെഡൽ കിട്ടി എന്ന് ചോദിച്ചാൽ 25 കിട്ടിയത്. ഇതിൽ എത്ര ഗോൾഡ് കിട്ടി എന്ന് ചോദിച്ചാൽ 12 എത്ര സിൽവർ അല്ലെങ്കിൽ വെള്ളി കിട്ടി എന്ന് ചോദിച്ചാൽ 5 എത്ര വെങ്കല മെഡൽ കിട്ടി എന്ന് ചോദിച്ചാൽ ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കല മെഡൽ കിട്ടി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 8 അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2025 7ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 2025 മെയ് മാസത്തിൽ 7ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നു. അത് നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ബീഹാറിൽ വെച്ചിട്ടാണ്. അത് ഉദ്ഘാടനം ചെയ്ത ആരാന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് വെച്ചാൽ ഗജസിംഹമാണ്. ആനയും സിംഹവും ചേർന്ന ഗജസിംഹമാണ്. അതേപോലെ തന്നെ ഇതിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 8ാമതാണ്. കേരളത്തിന് എത്ര മെഡൽ ലഭിച്ചു എന്ന് വെച്ചാൽ 25 അതിൽ എത്ര ഗോൾഡ് ലഭിച്ചു എന്ന് വെച്ചാൽ 12 എത്ര സിൽവർ ലഭിച്ചു എന്ന് വെച്ചാൽ 5 എത്ര ബ്രോൺസ് ലഭിച്ചു എന്ന് വെച്ചാൽ 8 ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വനിതാ ചലച്ചിത്രമേളയാണ്. രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള. ഇത് എത്രാമതാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6ാമതാണ്. ഇത് ആരുടെ കീഴിലാണ് നമ്മുടെ സംസ്ഥാനം നടക്കുന്നത് വെച്ചാൽ സാംസ്കാരിക വകുപ്പിന് കീഴിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഇതിന്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത് കൊട്ടാരക്കര വെച്ചിട്ടാണ് നടന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സാംസ്കാരിക വകുപ്പിന് കീഴിൽ 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി ചോദിച്ചാൽ കൊട്ടാരക്കരയാണ്. 2025 നടന്ന രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള, 6ാമത്തെ രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള, സാംസ്കാരിക വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന ചലച്ചിത്രമേളയിൽ വേദി 2025 എവിടെയാണെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സമ്മേളനമാണ്. ഇതിന്റെ പേര് എൻവിൻസ് 2025 എന്നാണ്. അപ്പൊ ഈ ഒരു സമ്മേളനത്തിന്റെ പേര് ഓർത്തിരിക്കുക, എൻവിൻസ് 2025 എന്നാണ്. എൻവിൻസ് 2025 എന്താണ്? കെമിക്കൽ എഞ്ചിനീയറിംഗിലെ നൂതന മേഖലകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശാസ്ത്ര സമ്മേളനമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന എൻവിൻസ് 2025 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എൻവിൻസ് 2025 എന്ന് പറയുന്നത്? കെമിക്കൽ എഞ്ചിനീയറിംഗിലെ നൂതന മേഖലകൾ എന്ന വിഷയത്തിൽ. അപ്പൊ ഇവിടെ എന്താണ് ആ വിഷയം എന്ന് പറയുന്നത്? കെമിക്കൽ എഞ്ചിനീയറിംഗിലെ നൂതന മേഖലകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ദേശീയ ശാസ്ത്ര സമ്മേളനമാണ്. എന്താണ്? ദേശീയ ശാസ്ത്ര സമ്മേളനമാണ് എന്തെന്ന് പറഞ്ഞാൽ എൻവിൻസ് 2025 എന്ന് പറയുന്നത്. ഇതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എൻവിൻസ് 2025മായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. കെമിക്കൽ എഞ്ചിനീയറിംഗിലെ നൂതന മേഖലകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ദേശീയ ശാസ്ത്ര സമ്മേളനമാണ് എൻവിൻസ് 2025. അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെ വെച്ചാണെന്ന് വിശദമായിട്ട് വരേണ്ടത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന കാര്യം ഓർത്തിരിക്കുക. കെമിക്കൽ എഞ്ചിനീയറിംഗിലെ നൂതന മേഖലകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശാസ്ത്ര സമ്മേളനമായ എൻവിൻസ് 2025ന്റെ വേദി എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ കിട്ടിയ കായിക താരങ്ങൾ ആരെന്നാണ്. 2025 മെയ് മാസത്തിൽ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയ കായിക താരങ്ങൾ ആരെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. അതിൽ ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര എന്ന പേര് ഓർത്തിരിക്കുക. രണ്ടാമത്തെ പേര് കപിൽ ദേവ് ആണ്. നമ്മുടെ ക്രിക്കറ്റ് താരമായിട്ടുള്ള കപിൽ ദേവ് ആണ് രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ടത്. മൂന്നാമത്തെ പേര് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. നമ്മുടെ ധോണിയാണ് ഓർത്തിരിക്കുക. നാലാമത്തെ പേര് നീരജ് ചോപ്രയാണ്. എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള പേരാണ്, അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാനും
സിമ്പിളാണ്. അപ്പൊ നമുക്ക് ധോണിനെ അറിയാം, കപിൽ ദേവിനെ അറിയാം, നീരജ് ചോപ്രയെ അറിയാം, ഒപ്പം നമ്മുടെ ആദ്യം പരിചയപ്പെട്ട അഭിനവ് ബിന്ദ്ര എന്ന പേരും നമുക്കറിയാം. അപ്പോൾ ആരെല്ലാമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരങ്ങൾ എന്ന് ചോദിച്ചാൽ 1 അഭിനവ് ബിന്ദ്ര, 2 കപിൽ ദേവ്, 3 ധോണി, 4 നമ്മുടെ നീരജ് ചോപ്രയാണ്. എല്ലാം അറിയുന്ന പേരുകളാണ്, ഓർത്തിരിക്കാൻ സിമ്പിളുമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് എവിടെയാണെന്നാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് കൊട്ടാരക്കരയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. സാംസ്കാരിക വകുപ്പിന് കീഴിൽ 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി ചോദിച്ചാലും കൊട്ടാരക്കരയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊട്ടാരക്കരയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദാദാ സാഹിബ് ഫാൽക്കെയുടെ ബയോപിക് വരികയാണ്. അതില് ആരാണ് ഈ പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ ബയോപിക്കിൽ നമ്മുടെ ഫാൽക്കെയായിട്ട് അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് അമീർ ഖാൻ ആണ്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അമീർ ഖാൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതേപോലെ തന്നെ ഇത് സംവിധാനം ചെയ്യുന്നത് രാജ്കുമാർ ഹിരാദിയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ സംവിധാനം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജ്കുമാർ ഹിരാദി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് രാജ്കുമാർ ഹിരാദി സംവിധാനം ചെയ്യുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ ബയോപിക്കിൽ ഫാൽക്കെയായിട്ട് വേഷമിടുന്നത് അമീർ ഖാൻ ആണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെയുടെ ബയോപിക് അതിൽ ഫാൽക്കെയായിട്ട് വേഷമിടുന്നത് ആരെന്ന് ചോദിച്ചാൽ അമീർ ഖാൻ ആണ്. ഇത് ആരാണ് സംവിധാനം ചെയ്യുന്നത് ചോദ്യം ചോദിക്കാം. രാജ്കുമാർ ഹിരാദി എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. രാജ്കുമാർ ഹിരാദി സംവിധാനം ചെയ്യുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ ബയോപിക്കിൽ ഫാൽക്കെയായിട്ട് വേഷമിടുന്ന ആരെന്ന് ചോദിച്ചാൽ അമീർ ഖാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ സിയാലാണ്. സിയാൽ കൊച്ചിയിലാണ് ഈ പറയുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണെന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് സിയാൽ കൊച്ചി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് രാജ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി. രാജ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി അതിന്റെ പേരാണ് ഹോപ്പ് ഓൺ എന്നാണ് അതിന്റെ പേര്. ആ ഒരു പേര് ഓർത്തിരിക്കുക. ഹോപ്പ് ഓൺ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞത് രാജ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ഹോപ്പ് ഓൺ. ഇത് നീറ്റിൽ ഇറക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് എവിടെയാണ് നീറ്റിൽ ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചിയിലെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലാണ്. എവിടെയാണ്? കടമക്കുടി ഗ്രാമപഞ്ചായത്ത് എവിടെയാണ്? കൊച്ചി. അപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്തിയത് രാജ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറിയുടെ പേര് ഹോപ്പ് ഓൺ എന്നാണ്. അത് നീറ്റിൽ ഇറക്കുന്നത് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് കൊച്ചി. അപ്പൊ രാജ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ഹോപ്പ് ഓൺ അത് എവിടെയാണ് നീറ്റിൽ ഇറക്കുന്നത്? നമ്മുടെ കൊച്ചിയിലെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് ചോദിക്കാം. രാജ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ഹോപ്പ് ഓൺ നീറ്റിൽ ഇറക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊച്ചിയിലെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലാണ്. നമ്മൾ അടുത്തിട്ട് ഇവിടെ പറയാൻ പോകുന്നത് അല്ലോഹലൻ എന്ന് പറയുന്നതാണ്. അല്ലോഹലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലോഹലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോവലാണെന്ന കാര്യം ഓർത്തിരിക്കാം. അല്ലോഹലൻ എന്ന് പറയുന്നത് ഒരു നോവൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊരു നോവലാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരുടെ നോവലാണെന്നാണ് നമുക്ക് അറിയേണ്ടത്? അംബികാസുധൻ മങ്ങാടിന്റെ നോവലാണ്. ആരുടെയാണ്? അംബികാസുധൻ മങ്ങാടിന്റെ നോവലാണ്. അംബികാസുധൻ മങ്ങാടിന്റെ നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അംബികാസുധൻ മങ്ങാടിന്റെ നോവലാണ് അല്ലോഹലൻ എന്ന് പറയുന്ന നോവൽ. ഇതിന് ഈ അടുത്ത് എന്ത് ലഭിക്കുന്നുണ്ട്? മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിക്കുന്നുണ്ട്. ഇതിന് ഈ അടുത്ത് എന്ത് ലഭിക്കുന്നുണ്ട്? മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിക്കുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് അംബികാസുധൻ മങ്ങാടിന് മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയ ഒരു നോവലിന്റെ പേരാണ് അല്ലോഹലൻ എന്നാണ് നോവൽ. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലോഹലൻ എന്ന നോവൽ ആരുടേതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് അംബികാസുധൻ മങ്ങാടിന്റെയാണ്. അംബികാസുധൻ മങ്ങാടിന്റെ നോവൽ ഏതാണ്? അല്ലോഹലൻ എന്ന പേര് ഓർത്തിരിക്കുക. മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്നു ഈ ഒരു നോവലിന്. 2025 പ്രഖ്യാപിച്ച മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച അംബികാസുധൻ മങ്ങാടിന്റെ നോവലിന്റെ പേരാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അല്ലോഹലൻ എന്നാണ് നോവലിന്റെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ
ചോദ്യമാണ് പരിചയപ്പെടുന്നത്. ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. നമ്മുടെ ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീഹരിയാണ്. ഏത് ആണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം? തമിഴ്നാട്ടുകാരനാണ്. അപ്പൊ തമിഴ്നാട്ടുകാരനാണ് ഇദ്ദേഹം എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. അപ്പൊ നമ്മളുടെ അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത് 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി, തമിഴ്നാട്. അപ്പൊ നമ്മളുടെ മെയ് 16 വരെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പുറകിൽ നിന്നാണ് വരുന്നത്, മെയ് 16 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ ഏതൊരു ക്ലാസ്സിൽ പറയുമ്പോൾ തന്നെ ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പൊ നമ്മൾ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ അവർ ഓരോ ദിവസം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പിക്ചർ ഉണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ പിക്ചർ ഉണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ ജൂൺ മാസം നമ്മൾ മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 5-ാം തീയതി വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ മെയ് 16 മുതൽ 30-ാം തീയതി വരെയുള്ള കാര്യങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പുറകിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന് പിറകോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് വേണ്ടി നല്ലോണം തയ്യാറെടുക്കുക. വീണ്ടും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മനസ്സിലിരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ചെന്നാൽ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. മെയ് 16 വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ജൂലൈ മാസം 5-ാം തീയതി മുതൽ മെയ് 16 വരെയുള്ള കാര്യങ്ങളാണ് പല ക്ലാസ്സിലൂടെയായിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഒരുമിച്ച് നമുക്ക് മുന്നേറാം, നല്ലൊരു ജോലിയിലേക്ക് എത്താം. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.